+2 കഴിഞ്ഞ് ഡിഗ്രി B.Ed PG എന്നൊക്കെ പറഞ്ഞ് ഒരു 5-6 വർഷം കൊണ്ട് ടീച്ചിങ് എന്നുള്ള ലക്ഷ്യത്തിലെത്തി. അല്ലാതെ വഴിമാറി ആലോചിക്കാൻ വലിയ സ്കോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അപ്പൊ എന്താണോ വിചാരിച്ചത് അതിലേക്ക് എത്തി. പക്ഷെ 17 വയസ്സുള്ളപ്പോ ഫ്യൂച്ചറിൽ ഞാൻ എന്തൊക്കെയോ ആവുന്നും വിലസി നടക്കുന്നു ഒക്കെ സ്വപ്നം കണ്ട് മാനം നോക്കി നടന്ന ഞാൻ സ്വപ്നാടനത്തിൽ നിന്നൊക്കെ വളരെ പെട്ടെന്നാണ് റിയാലിറ്റിയിലേക്ക് വന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ പെർമനന്റ് ആയിട്ട് ജോലി, പിന്നെ ഒരു 60 വയസ്സ് വരെയൊക്കെ ലൈഫ് സെറ്റ്. സാരിയൊക്കെ എടുത്ത് കണ്ണടയൊക്കെ വെച്ച് നരച്ച മുടിയൊക്കെ ആയിട്ട് റിട്ടയർഡ് ആവുന്ന എന്നെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ വെറും 3 വർഷം കൊണ്ട് തന്നെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ എന്നുള്ള ഭാവമായിരുന്നു എനിക്ക്. ആരാണ് ഞാൻ എന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥ. അപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. പ്ലാൻ ചെയ്ത പോലെ അല്ലെങ്കിൽ സ്വപ്നം കണ്ട പോലെ തന്നെ കാര്യങ്ങളൊന്നും നടന്നു പോവില്ലാന്ന്. പ്ലാൻ ബി ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ കുറെ സമാധാനം. ഇല്ലെങ്കിൽ അതും തകരുമ്പോ പിന്നെ സി ഉണ്ടാക്കണ്ടേ. പിന്നെ അങ്ങോട്ട് പ്ലാൻ ഒന്നും ഇല്ലാതെ പോയ വഴിക്ക് തെളിച്ച് ഞാൻ ലോകം കണ്ടു. ശരിക്കും പറഞ്ഞാൽ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോ ഉള്ള സെയിം അവസ്ഥ. സ്കൂളിലെ ടീച്ചിങ്ങിന് ചെറുതായി വിരാമം വിട്ടെങ്കിലും സോഫ്റ്റ് സ്കിൽ ട്രെയിനറായും സെന്റർ ഹെഡായും അക്കാഡമിക് കോർഡിനേറ്ററായും എല്ലാം ഞാൻ പരീക്ഷണം നടത്തി നോക്കി. ജീവിതം തന്നെ പരീക്ഷണങ്ങളാണല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്റെ വകയും നടത്തി കുറെ, ഇനിയും കണ്ടിന്യൂ ചെയ്യും. തീരെ എയിം ഇല്ലാത്ത ഒരാളൊന്നും ആയിരുന്നില്ലെങ്കിലും ഉണ്ടായിരുന്നതൊക്കെ ചെറിയ കാര്യങ്ങളായിരുന്നെങ്കിലും അതൊക്കെ നേടിയെടുക്കാൻ ഞാൻ കുറെ പരിശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ഒഴിവാക്കി കളയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളാണ് എന്നെ അടിച്ച് താഴെ ഇടാറുള്ളത്. പക്ഷേ പത്തി മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എക്സ്പെരിമെന്റ്സ് ഇങ്ങനെ ചെയ്തോണ്ടേയിരിക്കും. ഏതിലാണ് ക്ലിക്ക് ആവുക എന്നൊന്നുമില്ല. എല്ലാ ജോബിലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ മനസ്സ് നിറയാനുള്ള എന്തിനോ വേണ്ടി ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഇത്രയൊക്കെ ഞാൻ ഓർത്തുപോയത് ശംഖുമുഖം ബീച്ചിൽ ഇതാ ഇങ്ങനൊരു സംഭവം കണ്ടപ്പോഴാ. പാഷന് പുറകെയാണോ അതോ സാഹചര്യങ്ങളാണോ എന്തോ അറിയില്ല. എന്തായാലും ഇന്നോവേറ്റീവ് ആയിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. എന്താണാവോ, കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇഷ്ടത്തോടു കൂടിയാണെങ്കിൽ ആ കഷ്ടപ്പാടൊരു സുഖല്ലേ.